നമുക്ക് സീതാറാമിൽ ദേശത്തിലേക്ക് പോകാം. അവിടെ ശ്യാം പ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട്. ശ്യാമ, അവിടുത്തെ ആവേശ കാഴ്ചകൾ എങ്ങനെയാണ്? ഇവിടെ ഇതാ പുലികളൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. വരയോടെ എങ്ങനെ ആരംഭിച്ചിരിക്കുകയാണ്. ഓരോ പുലികളും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ആവേശം എത്രത്തോളം ഉണ്ട്? കപ്പടിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയായിരിക്കുമല്ലോ അവിടെ. തീർച്ചയായിട്ടും. അതായത് തൃശ്ശൂരിലെ 9 ദേശങ്ങളിൽ ഓരോ ദേശവും വലിയ ആവേശത്തിൽ തന്നെയാണ്. ഞാനിപ്പോൾ ഉള്ളത് സീതാറാമിൽ ദേശത്തിലാണ്. ഇവിടെ ഓരോ പുലികൾക്ക് ഇങ്ങനെ ചായം തേച്ചുകൊണ്ടിരിക്കുന്നു. തൊട്ട് അപ്പുറത്ത് പ്രധാനപ്പെട്ടൊരു പുലി അവിടെ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ 51 പുലികളാണ് ഈ സീതാറാമിൽ ദേശത്തിന് വേണ്ടി ഇറങ്ങുന്നത്. അപ്പോൾ ഓരോ പുലികളെയും രാവിലെ തന്നെ വരകളും മറ്റുമൊക്കെ തുടങ്ങിയെങ്കിൽ മാത്രമേ എല്ലാ പുലികളും കൃത്യമായിട്ട് ആ ഉച്ചവെയിൽ കഴിയുമ്പോൾ തേക്കുംകാട് മൈതാനിയിലേക്ക് എല്ലാ പുലികളെയും ഒരുമിച്ച് ഇറക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വരകളൊക്കെ പൂർത്തിയായി. രാവിലെ തന്നെ എത്തിയല്ലേ? രാവിലെ എത്തി. പുള്ളിയുടെ പേരെന്താ? വൈജു. എന്താ ചെയ്യുന്നത്? ഞാൻ കാർപ്പൻ്ററാണ്. എത്ര വർഷമായിട്ട് സീതാറാമിന് വേണ്ടി പുലിവേഷം? 2ാമത്തെ കൊല്ലം. മൊത്തം 7 കൊല്ലമായി. മുമ്പ് എവിടെ കെട്ടിക്കൊണ്ടിരുന്നത്? തൃക്കാമരക്കൂട കുറച്ച് അങ്ങനെയുള്ള ടീമുകളുണ്ട്, അവരെ കൂടെ ഒക്കെ ഉണ്ട്. പുലികളിക്ക് ഇങ്ങനൊരു പുലിവേഷം കെട്ടാനുള്ള ഒരു പ്രചോദനമൊക്കെ എങ്ങനെ കിട്ടിയത്? അത് നമുക്ക് ഒരു ഹരല്ലേ ഇതൊക്കെ. നമ്മള് പണ്ട് കണ്ട് ഒരു അങ്ങനെ തുടങ്ങിയ ഒരു ആഗ്രഹം അങ്ങനെ വന്നിട്ടുള്ളതാ. തൊട്ടിപ്പുറത്ത് വരകാരൻ, സ്വാഭാവികമായിട്ടും ഈ വരയൊക്കെയാണ് ആ പുലിയുടെ ആ ഒരു വേഷത്തെ നമ്മളെ ഏറ്റവും കൂടുതൽ ആവേശഭരിതമാക്കുന്നത്. ചേട്ടാ, എത്ര വർഷമായിട്ട് ഈ വരയുമായിട്ട് എന്ത്? ഞാനൊരു 45 കൊല്ലത്തോളായിട്ട് വേണ്ടി വരച്ചിട്ടുണ്ട്. ഞാൻ പടിഞ്ഞാറക്കോട്ട പ്രധാനമായിട്ടുള്ളത്. പിന്നെ അവിടെ നിന്ന് കയറിയിട്ട് ചിറക്കൽ ദേശം, അതിൻ്റെ അപ്പുറത്തൊരു പൂത്തോടുണ്ട്. പിന്നെ പൂങ്കുന്നം ദേശം, പിന്നെ സീതാറാമിൽ ലൈൻ, പിന്നെ ഈ ശങ്കരൻകുളങ്ങര, കാനാട്ടുകര, എല്ലാവരും വരച്ചിട്ടുണ്ട്. തൃശ്ശൂരിലെ 9 ദേശങ്ങളിലും പ്രധാനപ്പെട്ട ദേശങ്ങളിലൊക്കെ വരകാരനായിട്ട് നിന്നിട്ടുണ്ട്. പിന്നെ കൊക്കാല എന്ന് പറഞ്ഞൊരു പ്രധാന ടീമിലായിരുന്നു. അവർ കുറച്ച് കാലമായിട്ട് ഇല്ല. അവിടെയായിരുന്നു ഞാൻ പ്രധാനമായിട്ട് ചെയ്യാറ്. അവിടുത്തെ പ്രധാന വരക്കാരനായിരുന്നു ആദ്യം. ഇപ്പോൾ കുറച്ച് കാലമായിട്ടില്ല അവർ. 45 വർഷത്തെ പഴക്കമുള്ള ജോസേട്ടനാണ് ഇവരുടെ വരയുമായിട്ടൊക്കെ. തൊട്ടപ്പുറത്തൊരു പുലി സജ്ജമായിട്ട് നിൽപ്പുണ്ട്. അതെ, വയറൊക്കെ സെറ്റാക്കി വന്ന് നിൽക്കണല്ലേ? അതെ അതെ. ഇപ്രാവശ്യം എങ്ങനെ നമ്മൾ കപ്പടിക്കുമോ? കപ്പെടുക്കണം. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് എന്തൊരു ചെറിയൊരു നിസ്സാരത്തിന് പോയത്. ആലപ്പുഴയിലെ വള്ളംകളി പോലെ ചെറിയ പോയിന്റിനൊക്കെ പോയത്. അതെ അതെ, ചെറിയ പോയിന്റിന് പോയ മാതിരിയായി. ഇപ്രാവശ്യം ഞങ്ങൾ എടുക്കണം. അതാണ് ഞങ്ങളെ തീരുമാനം. എന്തൊക്കെയാണ് നമ്മൾ ഒളിപ്പിച്ച് വെച്ചേക്കണത്? ഒളിപ്പിച്ച് വെച്ചിട്ടൊന്നുമില്ല. അതിലൊന്നുമില്ല. അത് നമുക്ക് പുലിക്കളി പൊരിക്കണം. തൃശ്ശൂരിൽ അത് ഞങ്ങൾക്ക് ചില പൈസയും പ്രതാപമൊന്നുമില്ല. ഞങ്ങൾക്ക് പുലിക്കളിയാണ് മെയിനായിട്ട്. അതാണ് ഞങ്ങളത് എല്ലാ കൊല്ലം ഞങ്ങൾ കൊണ്ടാടും. കണ്ടില്ലേ, അതിന് വേണ്ടിയിട്ട് വയറൊക്കെ സജ്ജമാക്കി സെറ്റാക്കി വെച്ചേക്കാണ്. അങ്ങനെ ഒരുപാട് പുലികളുണ്ട്. ഈ ഒരു പുലികളി ഒരു ആവേശം തന്നെയാണല്ലോ ഇത് കാണാനും മറ്റുമൊക്കെ. പിന്നെന്താ സംശയം ഉണ്ടോ കാര്യത്തില്? ഭയങ്കര ആവേശ. ഒരു പ്രത്യേക കളിയാണുള്ളത്. ജനങ്ങൾ ആവേശം കൊണ്ട് തുള്ളി ചാടും. വൈകുന്നേരം സ്ത്രീകളടക്കം കളിക്കും ഇവരൊപ്പം നിന്ന്. ഈ സീതാറാമിലൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഇക്കുറി പെൺപുലി കൂടി ഇറങ്ങുന്ന ഒരു ദേശം, അത് ഒരുപക്ഷെ സീതാറാമിൽ ദേശമായിരിക്കും. അപ്പോൾ അങ്ങനെ പെൺപുലിയൊക്കെ ഉണ്ട്. അതൊക്കെ അപ്പോൾ നമുക്ക് ഇന്നലെ നമ്മളോട് നിമിഷ ആയിരുന്നു. ശ്യാം, എന്തായാലും നമുക്ക് സീതാറാം മില്ലിൽ നിന്ന് നേരെ അയ്യന്തോളിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട് ശ്യാമേ. അയ്യന്തോളില് അവിടെ ഷിനോജ് അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്.